സഭയിൽ ഞാൻ പാടുന്ന മണ്ടത്തരമാണ്. എന്നാലും സേതുസാരൻ ഇവിടെ ഉള്ളതുകൊണ്ട് ഒരു ഓർമ്മയ്ക്കായി പാടിയതാണ്. ഈ പാട്ട് പാടുന്നതിന് 1 or 2 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ടാലൻസ് തിരിച്ചറിഞ്ഞ് എനിക്ക് ഒരു ടെക്നീഷ്യനായി ജോലി തന്ന വ്യക്തി തിരുവനന്തപുരത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ പേര് മിസ്റ്റർ കെ തങ്കപ്പൻ. എനിക്ക് ആദ്യമായി ഒരു ടെക്നീഷ്യനായി ശമ്പളം തന്ന മുതലാളിയും അദ്ദേഹമാണ്. എന്നെ സ്വന്തം മകനെ പോലെ സ്നേഹിച്ചിരുന്നു. വളരെ വേഗത്തിൽ മലയാള പ്രേക്ഷകരും അത് തന്നെ ചെയ്തു. എന്നെ ഈ മണ്ണിന്റെ മകനായി അംഗീകരിച്ചു. നോർത്ത് ഇന്ത്യയിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഞാൻ മലയാളിയാണോ എന്ന്. ഒരു കള്ളച്ചിരിപ്പോടെ ഞാൻ പറയും, ഞാൻ മലയാളിയുമാണ്. അവിടെ എനിക്ക് ഒരുപാട് ബന്ധുക്കളുണ്ട്. എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ 1,000,000 എന്ന് ഞാൻ പറയും. ഞാനേതോ ഫലിതം പറഞ്ഞായിട്ട് അവർ ചിരിക്കും. പക്ഷെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കറിയാം ഞാൻ പറഞ്ഞത് സത്യമാണ്. മലയാള സിനിമയുടെ ശിക്ഷണ ഉണ്ടായിരുന്നില്ലെങ്കിൽ I would have been a different kind of an actor, probably a lesser actor. I am ever grateful to the Malayalam film industry and its director for sculpting me into whatever I am today. ഏഷ്യാനെറ്റിന്റെ ധാരണ അവർ എൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ 50 വർഷം വാർഷികം ആഘോഷിക്കുകയാണെന്നാണ്. പക്ഷെ വാസ്തവത്തിൽ ഞാനാണ് അത് ആഘോഷിക്കുന്നത്. എൻ്റെ മലയാളം സിനി ആർട്ടിസ്റ്റുകൾ, പ്രേക്ഷകർ ഉൾപ്പെട്ട എൻ്റെ കുടുംബത്തിനോടുകൂടെ ഞാനത് ആഘോഷിക്കുന്നു. പക്ഷെ ഏഷ്യാനെറ്റിന്റെ ചെലവിൽ I am very emotional. I am not going to thank Mammootty, Mohanlal or Jairam or anybody for that matter. ഇതെന്റെ കുടുംബമാണ്, ഇവരെന്റെ സഹോദരന്മാരാണ്. ഇന്ന് ഇവിടെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ MG സോമനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നേരത്തെ യാത്ര പറയാൻ അദ്ദേഹം തീരുമാനിച്ചു. എന്ത് ചെയ്യാം? I am ever grateful to all of you, the press, the media, people. I can go on for another hour. എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്, സ്നേഹമുണ്ട്, എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള 2 വാക്ക് വിത്ത് പെർമിഷൻ ഞാൻ പറയാം. എൽസ നല്ല മണവാട്ടിയുടെ വേഷത്തിൽ കാണുമ്പോൾ ആകാശത്തുള്ള അത്ര നക്ഷത്രങ്ങളും എൻ്റെ കണ്ണിൽ വന്ന് നിൽക്കണ പോലെ ഒരു തോന്നുന്നു. നിന്നെ വിട്ടു പറഞ്ഞൊരു ജീവിതം, നിന്നെ കൂടാതൊരു ജീവിതം We love you, we hope you keep acting forever and ever and ever.